ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഞാൻ നിർത്തിയത് നമ്മുടെ ലോവർ സാംബേസി ട്രിപ്പിൻ്റെ പാർട്ട് 1 ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉടനെ തന്നെ ഇടാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ലോവർ സാംബേസി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഒരു കുഞ്ഞു വീഡിയോ കൂടെ കാണുവേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലോവർ സാംബേസി ട്രിപ്പിൻ്റെ പാർട്ട് 2 വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇത് സെക്കൻഡ് ഡേ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അത്ര നേരം വേറെ ആക്ടിവിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിക്കുകയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബോട്ട് ക്രൂസിന് പോവുകയെന്ന്. ഇത് നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് ആ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ബോട്ടിൽ കയറി ഒരു 2 hours അതിൻ്റെ അകത്ത്, അങ്ങനെയാണ് പ്ലാൻ. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി അങ്ങോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ. സൈഡിൽ കുഞ്ഞു കുഞ്ഞു വീടും ഹട്ടുകളൊക്കെ കാണും. ഈ ഹട്ടുകൾ കാണാൻ നല്ല ഭംഗിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പണ്ടൊക്കെ വരച്ച ചിത്രങ്ങളൊക്കെ കാണാറില്ലേ, അതുപോലെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗിയൊക്കെ കാണാൻ പറ്റും. പിന്നെ കാട്, മരങ്ങളെ, അതിൻ്റെ ഇടയിൽ ഒരു ഹട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ അല്ലേ? ഇത് ഫുള്ള് കാടിനകത്താണ്. ഇതിനകത്ത് നല്ല റോഡൊന്നുമില്ല, ഫുള്ള് ഓഫ് റോഡാണ്. അങ്ങനെ നമ്മൾ കുലുങ്ങി കുലുങ്ങി നമ്മുടെ ബോട്ട് ക്രൂസിന്റെ ലൊക്കേഷനിൽ എത്തിയേ. അങ്ങനെ നമ്മൾ ബോട്ട് ക്രൂസിന്റെ ലൊക്കേഷനിലെത്തി. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള റൂമുകളും ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, കാടിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Alright, second rule, please do not put any parts of your boat outside of the boat. You understand me? Like this, you do not ride this or your egg outside of the boat. And the reason of this river, there is so many scavengers, such as crocodile, which is flat dog, we call flat dog, and river python. And these guys, the river horse, which is hippopotamus, they are there as well. Yes. And
രണ്ടും കൊമ്പുള്ള കണ്ടില്ലേ white beds called Little Eglet. Little Eglet. Here we're gonna have more types of this. Like this egg, when the elephant is grown now, you take 220 liters. വെള്ളം കുടിക്കാൻ വന്നതാണോ? Hello. Aja.
ഇവിടെ ഒന്ന് നാല് അഞ്ചാ രണ്ടെണ്ണം ഉണ്ടോ കേട്ടോ. ചേട്ടൻ്റെ അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ പോയി കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു. കുറേ എന്ന് പറഞ്ഞാൽ ആന, ഹിപ്പോ, ക്രോക്കഡൈൽ ഇതൊക്കെ തന്നെ കണ്ടതേ. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണിത്. നേരെ റൂമിലേക്ക് പോകാൻ വേണ്ടി വരുന്ന വഴിയാ. അപ്പോൾ ഈ വരുന്ന വഴിയുണ്ട് ഒരു 2 ആന റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുക. അപ്പം നമ്മൾ അതിനെ കാണാൻ വേണ്ടി നിർത്തി. അപ്പോഴാണ് ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ബാക്കി ആനകളുണ്ട്. അപ്പം അതിൻ്റെ കൂടെ വന്നവരല്ലേ, അവരെ ഒപ്പം പറ്റാത്തതുകൊണ്ട് ഇടയിൽ ഞങ്ങൾ നിൽക്കുക. കാരണം ആനയ്ക്ക് ദേഷ്യം വന്ന് ആന ഞങ്ങൾക്ക് നേരെ ചാർജ് ചെയ്ത് തന്നേ. അതിൽ കാണാൻ പറ്റും, ഞാൻ ഇപ്പം കാണിച്ചു തരാം. ചാർജിങ് പോടെ 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 ചാർജ് ചെയ്യാണ്. പോടെ 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 2 മിനിറ്റ് പോടെ പോടെ എന്റെ പൊന്നെ ചാർജിങ് ആണ്. അങ്ങനെ നമ്മൾ ആനേനെയൊക്കെ വെറുപ്പിച്ച് തിരിച്ച് റൂമിലോട്ട് എത്തി. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഈ ആനയെ കണ്ടത്. പക്ഷെ ഇതിനകത്തേക്ക് വരില്ല എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സേഫ് ആണെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല.
അതുകൊണ്ട് വിശ്വസിക്കാം, സേഫായിരിക്കും. പിന്നെ നമ്മളെത്തിയപ്പോഴേക്ക് രാത്രിയായി. നമ്മൾ ചായയും കോഫിയൊക്കെ കുടിക്കാനുള്ള എല്ലാവരും അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ വേണ്ടവർ ചായയും കോഫിയൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു. രണ്ട് ടീം രണ്ട് സൈഡിലായിട്ട് അപ്പോൾ ഈ ദിവസം ആശ്രയിച്ചിൻ്റെയും രാകേഷേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞങ്ങൾ സർപ്രൈസ് ആയിട്ടൊരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് ചെറുതായിട്ടൊരു ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അവസാനമായപ്പോഴത്തേക്ക് സർപ്രൈസൊക്കെ പൊളിഞ്ഞു. അവർക്കെല്ലാം മനസ്സിലായി. എന്നാലും ഇരിക്കട്ടെ അല്ലേ, ഒരു സന്തോഷമല്ലേ ഇതൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ രാകേഷേട്ടൻ്റെ ആശ്രയിച്ചിൻ്റെ ആനിവേഴ്സറി ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചേ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. പിന്നെ പുറത്ത് അവർ ക്യാമ്പ് ഫയറിൽ തീയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിന് ചുറ്റും ഇരുന്ന് സംസാരിക്കലും ഒപ്പം ചിക്കനൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഡിന്നറും റെഡിയായിരുന്നു. അപ്പം മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് നമ്മളും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അങ്ങ് എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം സംസാരിച്ചിരിക്കില്ല. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും വേണ്ട. സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോരോ ടോപ്പിക്കായിട്ട് വീണോളും. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയലും തർക്കിക്കലും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ കിടന്നുറങ്ങി. നമ്മൾ പിന്നെ ഇരുന്നു അന്താക്ഷരിയൊക്കെ കളിച്ചിട്ട് കുറേ നേരം ഇരുന്നു. അധികമൊന്നും ഒച്ച പുറത്ത് കേൾക്കാത്ത ഞങ്ങളിലെ ഗായകന്മാരെ ഞങ്ങൾക്ക് മനസ്സിലായി, കൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം സംസാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പിൻ്റെ വോയിസ് എനിക്ക് മ്യൂട്ടാക്കാനും തോന്നുന്നില്ല. പിന്നെ സൗണ്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിലെ ഗായകന്മാർക്ക് ഫീൽ ചെയ്താലോ. അങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടും നേരെ പോയത് അറിഞ്ഞില്ല. രാത്രി 12-1 മണിയായി. കലാപരിപാടികളൊക്കെ അവസാനിപ്പിക്കാറായി. ഇനിയിപ്പോൾ ഈ ഒരു രാത്രി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തിരിച്ചു പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു വിഷമം. പിന്നെ കുഴപ്പമില്ല, പോയല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായി നമ്മുടെ ലോവസ് അംബേസി ട്രിപ്പിൻ്റെ പാർട്ട് 3 വ്ളോഗുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.